നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ കാലത്ത് അച്ഛനെയും അമ്മയെയും നോക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പല മക്കൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നത് പതിവാണ്. പല സാഹചര്യങ്ങളിലും വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വന്തം മക്കൾ ആ മാതാപിതാക്കളെ നോക്കാൻ വയ്യാതെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്നതും പൂട്ടിയിട്ടിരിക്കുന്നതുമായിട്ടുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിനേക്കാളുപരി വൃദ്ധസദനങ്ങളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. വൃദ്ധസദനത്തിലേക്ക് അച്ഛനെയും അമ്മയെയും കൊണ്ടിട്ട് സ്വന്തം കാര്യം നോക്കി പോകുന്ന മക്കളുടെ എണ്ണമാണ് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നത്. പക്ഷേ സാഹചര്യം എന്തുമായിക്കോട്ടെ, തന്റെ ഭർത്താവ് പോലും അമ്മയെ ഉപേക്ഷിക്കാൻ പറഞ്ഞുവെങ്കിലും അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു നടിയുടെ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഏറെ ചർച്ചയാകുന്നത്. മാതാപിതാക്കളെ നോക്കാൻ മക്കൾ മടിക്കുന്ന കാലത്ത് സ്വന്തം കുടുംബം പോലും വേണ്ട, അമ്മയെ ഉപേക്ഷിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ന തീരുമാനമെടുത്ത ആ നടി ഒരു മാതൃക തന്നെയാണ്. എന്തായാലും അമ്മയെ ഉപേക്ഷിക്കാൻ ഭർത്താവ് പറഞ്ഞതിനെ തുടർന്ന് കുടുംബം തന്നെ ഉപേക്ഷിച്ച് അമ്മയുമായിട്ട് പത്തനാപുരം ഗാന്ധി ഭവനിൽ കഴിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് സിനിമാ സീരിയൽ താരമായിട്ടുള്ള ലൗലി ബാബു. മലയാള സിനിമാ ലോകം അവഗണിച്ച നടി തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവം കൂടെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 18ലധികം മലയാള സിനിമകളിൽ അന്തരിച്ച നടൻ രാജൻ പി ദേവുമൊത്ത് ആയിരക്കണക്കിന് നാടകവേദികൾ അങ്ങനെ പോകുന്നു അവരുടെ കലാജീവിതം. ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർ ആലപ്പുഴ മാരാരികുളം സ്വദേശിനിയാണ്. അമ്മ കുഞ്ഞുമോൾ പോത്തനും ഒത്താണ് ഇപ്പോൾ ഇവർ ഗാന്ധി ഭവനിന്റെ തണലിൽ ജീവിച്ചു വരുന്നത്. 92 വയസ്സുള്ള അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്ന് തന്റെ ഭർത്താവ് പറഞ്ഞിരുന്നു. അതോടെയാണ് ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് അമ്മയെ പരിചരിക്കാൻ വേണ്ടി താൻ ആ തീരുമാനമെടുത്തതെന്ന് നടി പറയുന്നു. 1 വർഷമായി വീട് വിട്ടിറങ്ങിയിട്ട്. പക്ഷേ ഭർത്താവിന്റെയും മക്കളുടെയും മനസ്സ് ഇതുവരെ മാറിയിട്ടില്ല. എന്റെ മക്കളെയും സ്വന്തം മക്കളെ പോലെ വളർത്തി, പക്ഷേ അവർക്കും അമ്മ ബാധ്യതയായി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അമ്മയെ മരണം വരെയും പരിചരിക്കണം, ഇനി പിന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടി രംഗത്ത് വരുമ്പോൾ മാതൃത്വത്തിന്റെ യഥാർത്ഥ മുഖം കൂടെയാണ് വ്യക്തമാകുന്നത്. ആത്മയിൽ അംഗത്വം ലഭിച്ചെങ്കിലും താരസംഘടനയായ അമ്മ ഇവരെ അവഗണിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ടെലിവിഷൻ സീരിയലുകളിൽ നിന്ന് വിളി വരുന്നുണ്ട് എങ്കിലും അമ്മയെ ഒറ്റയ്ക്കാക്കി മാറ്റി നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് താൻ പലപ്പോഴും പിന്നോട്ട് നിൽക്കുന്നത് എന്നും നടി പറയുന്നു. പരമാവധി സമയം അമ്മയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ഈ നടി പറയുന്നത്. എന്തായാലും ചില കൂടിക്കാഴ്ചകൾ മനുഷ്യ ഹൃദയങ്ങളിൽ എന്നും ആഴത്തിൽ പതിയുന്ന ഒന്ന് തന്നെയാണ്. അത്തരത്തിലൊരു കൂടിക്കാഴ്ചയായി ഇപ്പോൾ ഈ അമ്മയുടെയും മകളുടെയും വാർത്തകൾ പുറത്തു വരുന്നു. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേപോലെ തന്നെ മറ്റൊരു മാതൃത്വം തുളുമ്പുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. അതായത് എറണാകുളത്ത് നിന്നായിരുന്നു അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. 6ാം മാസത്തിൽ അനാഥാലയത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട പെറ്റമ്മയെ തേടി 42 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകൾ ബെൽജിയത്തിൽ നിന്ന് തിരികെ വന്ന കാഴ്ചയായിരുന്നു അത്. മകളെ കണ്ട് കുറ്റബോധത്തിൽ വിങ്ങിപ്പൊട്ടുന്ന ആ അമ്മയുടെ മുഖം ഇപ്പോഴും മലയാളികൾക്ക് ഓർമ്മയുണ്ടാകും. എല്ലാവരുടെയും കണ്ണു നിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ അമ്മയുടെയും മകളുടെയും കൂടിക്കാഴ്ച. 42 വർഷം മുമ്പ് 1983 എറണാകുളം സെന്റ് തെരേസ കോളേജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന അനാഥാലയത്തിൽ നിന്നും ബെൽജിയം ദമ്പതികൾ ദത്തെടുത്ത നിഷ എന്ന് പറയുന്ന പെൺകുട്ടി പെറ്റമ്മയെ തേടി ഇന്ന് തിരികെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഷയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. ഇതിന് പിന്നാലെ നിഷയെ കണ്ട് തിരിച്ചറിഞ്ഞ അവളുടെ അർദ്ധ സഹോദരനാണ് അവരെ അമ്മയ്ക്ക് അരികിലേക്ക് എത്തിച്ചത്. 6 മാസം മാത്രം പ്രായമുള്ളപ്പോൾ നിഷയെ അനാഥാലയത്തിൽ എത്തിക്കുകയായിരുന്നു. അവിടെ ബിനോയ് ചാക്കോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. ബിനോയ് ചാക്കോ എന്ന് പറയുന്നതാണ് ഇവരുടെ അർദ്ധ സഹോദരൻ. ബിനോയ് ചാക്കോയാണ് തൃശ്ശൂരിലെ ഒരു വയോജന കേന്ദ്രത്തിലുള്ള അമ്മയുടെ അടുത്തേക്ക് നിഷയെ പിന്നീട് കൊണ്ടുപോയത്. മറ്റൊരു വഴിയുമില്ലാതെ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന മകളുടെ മുഖത്ത് നോക്കി ആ അമ്മ കുറച്ചുനേരം നിൽക്കുന്നതും പിന്നീട് അവരെ വാരിപ്പുണരുന്നതും ഒക്കെ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയ വിഷയമാണ്. കണ്ട ഒരു ഓർമ്മ പോലും ഇല്ലാത്ത തന്റെ പെറ്റമ്മയെ കണ്ടപ്പോൾ കുറച്ചുനേരം നോക്കി നിന്ന നിഷ പിന്നീട് അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നത് വലിയ രീതിയിൽ ഹൃദയം കീഴ്പ്പെടുത്തുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു. കണ്ടു നിന്നവരുടെ ഒക്കെ കണ്ണ് നനയിച്ചു പോലുള്ള ആ ഒരു മനോഹര നിമിഷം. കൊതി തീരും വരെ അവരെ നോക്കി നിന്നു. അതിനുശേഷം സംസാരിച്ചു. ഭർത്താവ് യോസിനെയും
മകൾ രായയെയും ഒക്കെ ആ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീട് അവർ തിരിച്ചു വരും, അമ്മയ്ക്ക് ഒപ്പം ജീവിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മടക്കയാത്രയായിരുന്നു കണ്ടതും. അതിനേക്കാൾ ഉപരി ഇതിനു മുമ്പും ഗാന്ധി ഭവനിലും സമാന രീതിയിലുള്ള ഒരു സംഭവം കൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് അനാഥമായി ജീവിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചെന്ന ഒരു പെൺകുട്ടി അപ്രതീക്ഷിതമായി തന്റെ കാണാതായ അച്ഛനെ കണ്ടെത്തിയ ഒരു കാഴ്ചയായിരുന്നു ഗാന്ധി ഭവനിൽ നിന്ന് തന്നെ പുറത്തു വന്നത്. ഹൃദയം നുറുങ്ങുന്ന ഒരു കുഞ്ഞു ചിരിയോടുകൂടെ കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു അതും. കൊല്ലം ഗാന്ധി ഭവനിൽ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ അച്ഛനെ തിരികെ കിട്ടിയ മകളുടെ ആ സന്തോഷം അന്നും മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വാർത്തയായി. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച ഒരു മുത്തം നൽകിക്കൊണ്ടാണ് അവൾ ആ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങിയത്. മകളെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ അച്ഛന്റെയും പിതാവിനെ കിട്ടിയ സന്തോഷത്തിൽ മകളുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്ന കാഴ്ച. അമ്മ മരിച്ച് ആരും നോക്കാനില്ലാതെയാണ് സങ്കീർത്തന എന്ന് പറയുന്ന പെൺകുട്ടി 4 വർഷം മുമ്പ് ഗാന്ധി ഭവനിലേക്ക് എത്തിയിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. മാനസികമായി കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന അച്ഛൻ ഒരിക്കൽ ആരോടും പറയാതെ പടിയിറങ്ങി പോകുകയായിരുന്നു എന്നും പിന്നീട് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നു എന്നും സങ്കീർത്തന പറയുന്നു. ഇതിനുശേഷമാണ് അമ്മ മരണപ്പെടുന്നത്. അതോടുകൂടെ സങ്കീർത്തന ആ അനാഥാലയത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതിനുശേഷം മെഡിക്കൽ കോളേജിൽ നിന്നും പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് നടത്തിയിട്ടുള്ള ഒരു വിസിറ്റ്, ആ ഒരു വിസിറ്റിൽ അവിടെ നിന്ന് കുറച്ച് ആളുകളെ കൂടെ കൊണ്ടുവന്നിരുന്നു. ആ കൂട്ടത്തിലാണ് സങ്കീർത്തന തന്റെ അച്ഛനെയും കണ്ടത് എന്നാണ് പറയുന്നത്. മകളെ തിരിച്ചറിഞ്ഞ അച്ഛൻ പാറു എന്ന് വിളിച്ച് ഓടിയെത്തിയപ്പോഴാണ് മകളും അത് തന്റെ അച്ഛനാണ് എന്ന് മനസ്സിലാക്കിയത്.